നമസ്കാരം. ഫോക്കസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. പത്രപ്രവർത്തന രംഗത്ത് 60 ആണ്ട് പിന്നിട്ട ഒരു എഴുത്തുകാരൻ. അദ്ദേഹം എൻ്റെ കുടുംബ സുഹൃത്തു കൂടിയാണ്. ഞാൻ അദ്ദേഹത്തെയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ജമാൽ കൊച്ചങ്ങാടി. ജമാൽ കാ, അസ്സലാമു അലൈക്കും. വലൈക്കും. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഇവിടെ 80ൻ്റെ നിറവിൽ നിറഞ്ഞൊരു പോസ്റ്റ്. അതെ, 80 വയസ്സായി. കാരണം ഏപ്രിൽ 30 വന്നപ്പോഴും എനിക്ക് ഞാൻ 1944 ജനിച്ച്, സ്വാതന്ത്ര്യത്തിന് മുമ്പ് ജനിച്ചു. അപ്പോൾ പിന്നെ അത് ഞാൻ ഒരിക്കലും ഈ പിറന്നാൾ ആഘോഷമൊന്നുമില്ല, കേക്ക് മുറിക്കൽ അങ്ങനത്തെ ഒന്നുമില്ല. പിന്നെ കൊച്ചിയിൽ ചെന്നപ്പോൾ എൻ്റെ ജ്യേഷ്ഠൻ്റെ മക്കൾ എല്ലാം ഭയങ്കര, ഞങ്ങൾ വളരെ ബോണ്ട്, നല്ല സ്നേഹത്തിലാണ്. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ട ഇലയട, കോഴിയട, ഇങ്ങനെയുള്ള ഉണ്ണിയപ്പം, ഇങ്ങനെയുള്ള സാധനങ്ങൾ ആയിട്ട് വന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ്. അല്ലാതെ സോഷ്യൽ മീഡിയയിലൂടെ ഞാൻ 80ൻ്റെ നിറവിൽ എന്നുള്ളത് പറയാൻ എന്താണ് കാരണം? പ്രത്യേകിച്ചൊന്നുമില്ല. അല്ലല്ല, ഞാൻ പിന്നെ വളരെ സജീവമായിട്ട് ഫേസ്ബുക്കിൽ ഞാൻ ജമാൽഖാനെ കുറിച്ച് കൂടുതൽ അറിയുന്നതും നമ്മൾ ഫേസ്ബുക്കിലൂടെ. ഞാനത് കാരണം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് എൻ്റെ ഈ വാർദ്ധക്യത്തെ മറികടക്കാനുള്ളൊരു വഴിയാണത്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എവിടെയൊക്കെ ഉള്ള ആളുകളുമായിട്ട്, 5000-ഓളം ഫ്രണ്ട്സ് ഉണ്ട്. അവരുമായിട്ട് നമ്മൾ അറിഞ്ഞോ അറിയാതെയും പരസ്പരം ബന്ധപ്പെട്ട് ഒരു ഒരു ലോകം, ആ ഒരു ലോകം. പിന്നെ ഞാൻ വലിയ കോൺട്രവേഴ്സിയിൽ പോകാതെ നോക്കും, കഴിയുന്നതും തർക്ക വിഷയങ്ങളില്ല, മതം, രാഷ്ട്രീയം ഒക്കെ കഴിയുന്നത്ര ഒഴിവാക്കി പോകാനാണ് ഉദ്ദേശിക്കുന്നത്. സൗഹൃദങ്ങൾക്ക് വലിയ വില കൊടുക്കുന്ന ഒരാളാണ് ഞാൻ. എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ വരുമ്പോൾ പിന്നെ എവിടെ ചെന്നാലും നമ്മളെ അറിയുന്ന ആളുകളുണ്ടാവും. അപ്പോൾ അങ്ങനെ നമ്മൾ കാണുന്നതും പരിചയപ്പെടുന്നതും ഈ ഒരു എഴുത്തുകാരൻ നിന്നോ ഒന്നുമല്ലല്ലോ. നമ്മൾ ആദ്യം പരിചയപ്പെടുന്നത് ജമാൽക്ക ഫാത്തിമയുടെ പുതിയാപ്പളയായിട്ട് കാലം തൊട്ടാണ് നമ്മൾ അറിയുന്നത്. അത് ഏത് വർഷമായിരുന്നു? അത് 79-ലാണ് വരുന്നത്. 79 എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു വർഷമാണ്. 79 അപ്പോഴത്തേക്ക് എനിക്ക് 30 വയസ്സൊക്കെ കഴിഞ്ഞിട്ടോ. ആ സമയത്താണ് പിന്നെ ഈ എൻ്റെ സുഹൃത്തുക്കളായ സംഗമം തിയേറ്റേഴ്സിലെ വിക്രമൻ നായരും ഇബ്രാഹിം ബേങ്കല കൊച്ചിയിൽ വന്ന് അലഞ്ഞ് നടക്കുന്ന സമയത്ത് അയാളുടെ ജ്യേഷ്ഠനെ കാണാതെ പോയിട്ട് അന്വേഷിച്ച് വന്നതാണ്, കൊച്ചിയിൽ വന്നതാണ്. അങ്ങനെ എന്നെ കണ്ടുമുട്ടുന്നതോടുകൂടി അയാളുടെ ജീവിതം കലാരംഗത്തേക്ക് തിരിഞ്ഞ്. ആ കാലത്ത് ഞങ്ങൾ കൊച്ചിയിൽ ഫോർട്ട് കൊച്ചി പോയി, കടപ്പുറത്ത് പോയി. ഞാനും വേറെ ഒരു കൂട്ടുകാരനുണ്ട്, ആകർഷിക്കുന്നു. ഞങ്ങൾ 3 ചിത്രകാരനൊക്കെ ആയിരുന്നു അയാൾ. അങ്ങനെ അവർ മുഖേനയാണോ സംഗമത്തിൽ? അവരാണ് അവർ. കാരണം അതെ, എം കോയ, വിൽസൺ സാമുവൽ, വിക്രമൻ നായർ, ഇവരെ എല്ലാം കൂടി ചേർന്ന് 10 പേര് കൂടി ചേർന്ന്, താജിൻ്റെ ആലിക്കാക്ക, ഇങ്ങനെയുള്ള ഒരു അല്ലല്ല ആദ്യം ഉണ്ടാകുന്നത് അവരാണ് ഈ സംഗമം തിയേറ്റേഴ്സ് ഉണ്ടാക്കുന്നത്. അപ്പോൾ സംഗമം തിയേറ്റേഴ്സ് പിന്നെ KT മുഹമ്മദ് ആയിരുന്നാലും ലീഡിങ്. KT മുഹമ്മദിൻ്റെ ഒരുപാട് നാടകങ്ങൾ, സൃഷ്ടി, സ്ഥിതി, സംഹാരം, സാക്ഷാത്കാരം, സന്നാഹം, അങ്ങനെ കുറേ നാടകങ്ങൾ. അതെല്ലാം കഴിഞ്ഞ് KT അതിൽ നിന്ന് പിരിഞ്ഞ് കലിംഗ തിയേറ്റേഴ്സ് ഉണ്ടാക്കി. ആ സമയത്ത് സംഗമം തിയേറ്റേഴ്സ് ഒരു പ്രതിസന്ധിയിലായി, നാടകം എഴുതാൻ ആളില്ല. അങ്ങനെ ആദ്യം MT കൊണ്ട് ഒരു നാടകം എഴുതിച്ചു, പിന്നെ ഗോപുര നാടകത്തിൽ. നല്ല നാടകമായിരുന്നത്, ഒരു ചേഞ്ചുള്ള നാടകമായിരുന്നു. അത് കഴിഞ്ഞിട്ട് തിക്കോടിയൻ്റെ മഹാഭാരതം. അപ്പോൾ 2 പ്രമുഖരായ ആളുകളെ കൊണ്ട് എഴുതിച്ചു. പിന്നെ പ്രമുഖനല്ലാത്ത എന്നോട് പറഞ്ഞു ഒരു നാടകം എഴുതാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ പിന്നെ ഈ ഇനിയും ഉണരാത്തവെന്ന് പറഞ്ഞ നാടകം എഴുതി. അതാണ് ആദ്യത്തെ നാടകം? അല്ലല്ല, ഞാൻ ചെറുപ്പകാലത്ത് എൻ്റെ സ്കൂൾ ജീവിതത്തിലൊക്കെ നാടകങ്ങൾ, സ്കൂളിൽ നിന്ന് പുറത്ത് വന്നപ്പോൾ ഉടനെ അങ്ങനെ കുറച്ച് നാടകങ്ങളൊക്കെ അവിടെ മത്സരങ്ങളിലൊക്കെയാണ്. പ്രൊഫഷണൽ നാടകം ആദ്യമാണ്. പ്രൊഫഷണൽ നാടകം ഞാൻ ആദ്യമായിട്ട് ഈ സംഗമം തിയേറ്റേഴ്സിന് വേണ്ടിയായിരുന്നു. അത് വിക്രമൻ നായരുടെ പ്രേരണയാണ്, വലിയ പ്രേരണ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അന്ന് ആലോചിച്ചപ്പോൾ ഈ ഖുർആനിലൊരു അധ്യായമുണ്ട്, ഗുഹാവാസികൾ എന്ന് പറഞ്ഞിട്ട്, അസ്ഹാബുൽ കഹ്ഫ്. ആ കഥ
അതിനെ ഞാൻ വേറൊരു തലത്തിൽ അതിനെ ഇമാജിൻ ചെയ്ത്. കാരണം ഈ പിന്നെ സ്വാതന്ത്ര്യ സമരകാലത്ത് ഒരു ഗുഹയിൽ ഒടുങ്ങിപ്പോയ കുറച്ച് സ്വാതന്ത്ര്യ പടന്മാർ അവർ പറഞ്ഞ് എണീറ്റപ്പോഴത്തേക്ക് സ്വാതന്ത്ര്യമൊക്കെ കിട്ടി, ഇതായി വളരെ ഇന്ത്യ ഒരു ഇത്. അപ്പോൾ ഞങ്ങൾ സ്വപ്നം കണ്ട ഇന്ത്യയാണോ ഇതറിയാൻ വേണ്ടിയിട്ട് അതിങ്ങനെ അവർ ഇങ്ങനെ ചുറ്റിക്കറങ്ങുകയാണ്. അപ്പോൾ അവർ കാണുന്ന കാഴ്ചകൾ ഇന്ത്യൻ കാഴ്ചകൾ, ഇന്ത്യൻ യാഥാർത്ഥ്യങ്ങൾ. അതാണ് ഈ നാടകത്തിൻ്റെ നന്നായിട്ട് കളിച്ച നാടകമാണ്. ഈ സംഗമം തിയേറ്റേഴ്സും ഒക്കെ ആയിട്ടുള്ള കലിംഗ തിയേറ്റേഴ്സൊക്കെ ആയിട്ടുള്ള ഒരു ബന്ധം കൊണ്ടാണ് ഈ വിവാഹത്തിലേക്ക് നയിക്കുന്നത്. വസ്തുത എന്താണ് അതിന്? അതിൽ അല്ല അപ്പം പിന്നെ അറിയാലോ, നാടകനായിരുന്നു, ഈ സംഗീതത്തിൻ്റെ ഒരാളാണ്. അപ്പോൾ ആ കാലത്ത് ഞാൻ ഇവരുടെ ഗോപുരാടയിൽ കണ്ടിട്ട് ഞാൻ അതിനെക്കുറിച്ച് വീക്ഷണത്തിൽ ഒരു ലേഖനം എഴുതിയിരുന്നു. അത് ഇവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്, ഏമിന് ഇഷ്ടപ്പെട്ട്, ഉപ്പക്ക് ഇഷ്ടപ്പെട്ട്, വിക്രമനായർക്കൊക്കെ ഇഷ്ടപ്പെട്ടത്. അങ്ങനെയാണ്. അപ്പോൾ ഈ വഴി ഒന്ന് ആലോചിച്ചാലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ എനിക്ക് വേറെ ഒരു എൻഗേജ്മെൻ്റ് ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ ഉപേക്ഷിച്ചിട്ട് എനിക്ക് കോഴിക്കോട് ഞാൻ തിരഞ്ഞെടുത്താണ്. എനിക്ക് കുടുംബത്തിൽ ഒരു പ്രപ്പോസലൊക്കെ വന്നിരുന്നു. അപ്പോൾ അത് വേണ്ടാന്ന് വെച്ചിട്ട് കോഴിക്കോട് ഒരു കലാകാരൻ്റെ വീട്, സാംസ്കാരികമായിട്ടുള്ള ഒരു പശ്ചാത്തലം, ഇതൊക്കെ ഞാൻ എൻ്റെ മനസ്സിൽ കൊതിക്കുന്ന ഒരു സംഗതികളാണ്. അങ്ങനെയാണ് ഇവിടെ വന്നത്. അപ്പോൾ ഹേം കോയ എന്നുള്ള നാടക നടനോടുള്ള ഒരു ഇഷ്ടവും അത് അതെ. ആ കാരണം സൃഷ്ടി എന്നുള്ള നാടകത്തിൽ അപാര അഭിനയമാണ്. പക്ഷേ അദ്ദേഹത്തിന് സിനിമയിലൊന്നും ചാൻസ് കിട്ടിയില്ല. എന്നാൽ ആ സമയത്ത് ചാൻസ് കിട്ടിയിരുന്നെങ്കിൽ കാരണം നല്ല ആക്ടറായിരുന്നു, നല്ല ചിത്രകാരനായിരുന്നു. വാസു പ്രദീപിൻ്റെയൊക്കെ അടുത്ത സുഹൃത്തായിരുന്നു. ജമാൽക്ക് ഇപ്പോൾ ഇത് എഴുതാൻ തുടങ്ങിയപ്പോൾ ആദ്യമായിട്ട് എന്താണ് എഴുതിയത്? ഞാൻ പറഞ്ഞ ഒരു ചോദ്യമാണ് എന്നെ ഈ എഴുത്തിൻ്റെ ലോകത്തിലേക്ക് തിരിച്ചത്. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത്, 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ അടുത്തിരുന്ന ഒരു സുഹൃത്ത്, മജീദ് എന്നാണ് അവൻ്റെ പേര്, വെളുത്ത മജീദ് എന്നാണ് പറഞ്ഞത്, നല്ല വെളുത്ത സുഹൃത്തൊക്കെ ഇരിക്കണത്. അപ്പോൾ അയാൾ എന്നോട് ചോദിച്ചു, കഥ എഴുതി തരാമെന്നു. അപ്പോൾ ഞാൻ കഥയെപ്പറ്റി ഒരു കഥയില്ല, എനിക്ക് കഥയില്ലാത്ത കാലമാണ്. അപ്പോൾ അയാൾ കഥ എഴുതാൻ പറഞ്ഞപ്പോഴാണ് അപ്പോൾ അന്ന് അയാൾ പറഞ്ഞ്, കഥ എന്ന് പറഞ്ഞാൽ പണ്ട് ഒരു രാജ്യത്ത് ഒരു രാജാവുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ എഴുതരുത്, അന്ന് ആ നാട്ടിൽ നിന്ന് പറഞ്ഞിട്ട് എഴുതിയാൽ മതി. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു വ്യതിയാനം, അതാണ് അന്ന് ആ നാട്ടിൽ നിന്ന് പറഞ്ഞ് എഴുതിയാൽ മതി. ഇന്നും അങ്ങനെ തന്നെയാണ്. കാരണം നമ്മൾ കഥ ആയാലും എന്തായാലും അത് ആ ഒരു എഴുതിയ കഥ അവിടെ സ്കൂൾ മാഗസിനിലോ എവിടെയെങ്കിലും വന്നോ? അല്ലല്ല, അന്ന് അത് ആ കയ്യെഴുത്ത് മാസികയിലൊക്കെ ആയിരുന്നു. പിന്നെ ഞാൻ കയ്യെഴുത്ത് മാസിക വെളിച്ചം എന്നുള്ള പേരിൽ ഒരു കയ്യെഴുത്ത് മാസിക ഞാൻ തുടങ്ങി. അങ്ങനെ സ്കൂൾ പഠിക്കുന്ന കാലം, സ്കൂളിൽ പഠിക്കുക. അങ്ങനെ ഞാൻ ചന്ദ്രയിൽ കൗമുദി, കെ ബാലകൃഷ്ണൻ്റെ കൗമുദിയിലൊക്കെ കഥകൾ എഴുതാൻ. കൗമുദിയിലാണ് എൻ്റെ ആദ്യത്തെ കഥ വന്നത്, ബാലഭക്തിയിൽ. അയാളെ ചന്ദ്രിക ചേച്ചിയാണ് ആ കൗമുദി ലീഗ് എന്ന് പറഞ്ഞ ആ ബാലഭക്തി കൈകാര്യം ചെയ്യുന്നത്. അതിലെൻ്റെ ഒരു കഥ വന്ന്, അതിൻ്റെ ഒരു കോപ്പി ഒരാൾ എനിക്ക് ഇപ്പം ഇന്നാളെ അയച്ചു തന്നു. ആ കഥയുടെ അത്രയും വർഷം മുമ്പുള്ള കഥയുടെ ഒരു കോപ്പി, ഞാനാണ് അപരാധി എന്ന് പറഞ്ഞിട്ട് ഉള്ള ചൈൽഡിഷ് ആയിട്ടുള്ള ഒരു കഥ, അത്രേ ഉള്ളൂ. പേരും ജമാൽ കൊച്ചങ്ങാടി, ജമാൽ കോമൻ്റ് ആയിരുന്നു അതിൽ. പിന്നീട് അതെ, അങ്ങനെയാണ് അത് അതിൽ കൊടുത്തത്. കൊച്ചങ്ങാടി എന്നുള്ളത് നിങ്ങളെ കൊച്ചിയിലെ സ്ഥലത്തിൻ്റെ പേരല്ലേ? ആ സ്ഥലത്തിൻ്റെ പേരാണ്. ശരിക്കും കൊച്ചി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സിനഗോഗൊക്കെ ഇരിക്കണില്ലേ, ജൂതപ്പള്ളി, അതിനെ തുടർന്ന് തെക്കോട്ട് വരുന്ന സ്ഥലങ്ങളിലൊക്കെ അവിടെ ജൂതന്മാരായിരുന്നു. ജൂതന്മാരെ ഞങ്ങൾ വിളിച്ചിരുന്നത് കോച്ചമാരനാണ്. ഈ കോച്ച എന്നുള്ള വാക്ക് കോഹൻ പരിണമിച്ച് കോച്ചയായതാണ്. അങ്ങനെ ഞങ്ങളെ ജൂതന്മാരെ പറ്റി പറയുമ്പോൾ കോച്ചമാരെന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ അവർ ബിസിനസ്സൊക്കെ ചെയ്യുന്ന ഒരു അങ്ങാടി, അങ്ങനെ കോച്ചമാരുടെ അങ്ങാടി എന്നുള്ള വലിയ അങ്ങാടിയൊന്നും ആയിരുന്നില്ല. വലിയ അങ്ങാടി ബസാറിലായിരുന്നു, മട്ടാഞ്ചേരി ബസാറിലായിരുന്നു. അങ്ങനെയാണ് കൊച്ചങ്ങാടി എന്നുള്ള പേര് വരുന്നത്. അത് ആ തൂലികാനാമം അങ്ങനെ കൊണ്ട് സ്വീകരിച്ചു. അതങ്ങനെ സ്വീകരിച്ചു. ഞാൻ SLCക്ക് പഠിക്കുന്ന സമയത്ത് ഞാൻ ആ സമയത്ത് തന്നെ ഞാൻ
ഈ പത്രങ്ങളൊക്കെ എഴുതുവാൻ ചന്ദ്രികയിൽ എഴുതും, ഞാൻ പറഞ്ഞില്ലേ, അതിലൊക്കെ എഴുതുമായിരുന്നു. അങ്ങനെ ഈ ഞങ്ങളുടെ കൊച്ചങ്ങാടിയിൽ ഒരു യങ്മെൻ അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ടൊരു വായനശാല ഉണ്ടായിരുന്നു. അത് MSFൻ്റെ നേതാവായിരുന്നു MJ സക്കരിയ സേട്ട്. മനസ്സിലായില്ലേ? അദ്ദേഹം ഞങ്ങളുടെ സുഹൃത്താണ്, ഞങ്ങളൊക്കെ ഉള്ളുണ്ട്. പക്ഷേ ഞാനൊരു രാഷ്ട്രീയ കക്ഷിയിലും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ സക്കരിയ സേട്ട് അന്ന് കേരള ടൈംസിൻ്റെ വീക്കെൻഡിലേക്ക് കഥകളൊക്കെ അയച്ചു കൊടുക്കും, പബ്ലിഷ് ചെയ്യില്ല. അപ്പം ഞാൻ ചോദിച്ചു എങ്ങനെയാണ്, പിന്നെ നിങ്ങൾ MJ സക്കരിയ സേട്ടെന്ന ഇതിൽ നിങ്ങൾ അയക്കണം, അത് ആ സേട്ട് ഒഴിവാക്കിയിട്ടൊന്ന് അയക്കുക, അപ്പോൾ കഥ പബ്ലിഷ് ചെയ്യുന്നു. അതുപോലെ തന്നെ സംഭവിച്ചു. MJ സക്കരിയ എന്ന് പറഞ്ഞാൽ അയച്ചപ്പോൾ അപ്പോൾ ആ കഥകളൊക്കെ വന്നപ്പോൾ വലിയ സന്തോഷമായപ്പോൾ പറഞ്ഞ് നമുക്ക് രണ്ടുപേർക്കും കൂടി ഒരു പുസ്തകം ഇറക്കാം എന്ന് പറഞ്ഞിട്ട് 5-3-1 സക്കരിയ സേട്ടിൻ്റെ 5 കഥകളും എൻ്റെ 3 കഥകളും. അതാണ് ആദ്യത്തെ പുസ്തകം. 1 രൂപയാണ് അതിൻ്റെ വില അക്കാലത്ത്. 1961. എത്ര ജമൽക്ക് അന്ന് എത്ര ഏജ് ഉണ്ടാവും? 18 വയസ്സ്. അതല്ല, ഈ പത്രപ്രവർത്തനം തുടങ്ങുന്നത് 20ാമത്തെ വയസ്സിലാന്ന് തോന്നുന്നല്ലേ? അതിന് ശേഷം ആണ് എൻ്റെ ജ്യേഷ്ഠൻ എൻ്റെ ഫാദറിനെ കുറിച്ച് പറയാം. സ്വാതന്ത്ര്യ സമര സേനാനിയാണ്. അതെ, എൻ്റെ ഫാദർ എനിക്ക് 8 വയസ്സുള്ളപ്പോൾ മരിച്ചു. പിന്നെ ഉള്ളത് ഞാനും എൻ്റെ ജ്യേഷ്ഠനും എൻ്റെ പെങ്ങളുമാണ്. പെങ്ങൾ ആയിഷ, താച്ചി എന്നാ വീട്ടിലൊക്കെ വിളിക്കുക. ജ്യേഷ്ഠൻ മുഹമ്മദ് മുസ്തഫ. അപ്പോൾ 52-ലാണ് മരിച്ചത് ബാപ്പ മരിച്ച് ഒരു 30 ദിവസത്തിനകം ഉമ്മയും മരിച്ചു. അതാണ്. അപ്പോൾ അതിനു മുമ്പ് ഈ കോയർഫെഡ് എന്ന് പറഞ്ഞ സ്ഥാപനം ഉണ്ടല്ലോ, കേരള ഗവൺമെൻറ്റിൻ്റെ, അതിൻ്റെ സ്ഥാപകൻ എൻ്റെ ബാപ്പൻ. ബാപ്പ കല്യാണം കഴിഞ്ഞ് 3ാമത്തെ ദിവസം കൊച്ചിയിൽ നിന്ന് മൊയ്തുമലവ് വിളിച്ചിട്ട് വന്ന് എന്നെ കാണുമ്പോഴൊക്കെ മൊയ്തുമലവ് പറയും ഇങ്ങനെ, എടാ കല്യാണം കഴിഞ്ഞ് 3ാമത്തെ ദിവസം ബാപ്പ മുങ്ങി, പിന്നെ ജയിലിൽ പോയ ആളുടെ മകനാണ് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഉച്ചത്തിലാണ് സംസാരിക്കുക. അപ്പോൾ ഞാനാണ് വിളിച്ചിട്ട് വന്നതെന്ന് പറയും. അങ്ങനെ 9 മാസം കഴിഞ്ഞിട്ട് 9 മാസം കണ്ണൂർ സെൻട്രൽ ജയിലിൽ കിടന്നു. അവിടെ വെച്ച് വൈക്കം മുഹമ്മദ് ബഷീറുമായിട്ട് പരിചയപ്പെട്ടു. അപ്പോൾ അവർ തമ്മിൽ നല്ല രസകരമായ അനുഭവങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ ഓർമ്മയുടെ അറകൾ എന്നുള്ള പുസ്തകത്തിൽ ബഷീർക്ക് എഴുതിയിട്ടുണ്ട്. അങ്ങനെ അവർ തീരുമാനിച്ചു. അവിടെ നിന്ന് പുറത്തു വന്ന സമയത്ത് കൊച്ചിയിൽ വന്നിട്ട് ഒരു പത്രം തുടങ്ങാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ആ തുടങ്ങിയ പത്രമാണ് ഉജ്ജീവനം. ഉജ്ജീവനം എന്ന് പറഞ്ഞ സഹോദരൻ അയ്യപ്പൻ എഴുതിയ ഒരു കവിതയുടെ പേരാണ്. ആ പേര് അവർ സ്വീകരിക്കേണ്ടത്. അപ്പോൾ ബഷീർ അന്ന് പിന്നെ ഇയാളില്ലേ വിപ്ലവകാരി ഭഗത് സിംഗ്, മൂപ്പരെ പോലെ ഹാറ്റൊക്കെ ഉപയോഗിച്ചിട്ട് ഭയങ്കര സ്റ്റൈലിലൊക്കെ നടക്കും. പിന്നെ വിപ്ലവകരമായിട്ടുള്ള എഡിറ്റോറിയലൊക്കെ എഴുതിയിട്ട് അല്ലല്ല, തലയോല പറമ്പെന്ന് പറഞ്ഞാൽ കൊച്ചി സെറ്റിൽ ചെയ്ത്. കൊച്ചിയിൽ CD സാഹിബിൻ്റെ വീട്ടുകാരുടെ ഒരു കുടുംബത്തിൻ്റെ ഒരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു. അവിടെയാണ് താമസം. പിന്നെ ആദ്യകാലത്തെ അയാൾ കുറച്ച് ഒരു ഡോക്ടർ KP തയ്യലിനെ പിന്നെ ഡിസ്പെൻസറിയിൽ കമ്പൗണ്ടറായിട്ടൊക്കെ വർക്ക് ചെയ്തു. പക്ഷെ നിങ്ങൾ പത്രപ്രവർത്തന രംഗത്തേക്ക് വരുന്നത് 20ാമത്തെ വയസ്സിലാണ്? ഏതാണ്ട് 18. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് 2 മലയാള അധ്യാപകരുണ്ടായിരുന്നു. ഒന്ന് മഹാകവി G. ശങ്കരക്കുറുപ്പിൻ്റെ അനിയൻ ചന്ദ്രശേഖരക്കുറുപ്പ്, മലയാളമാണ്. അത് കഴിഞ്ഞിട്ട് NP രാമാന്തരൻ നായർ എന്ന് പറഞ്ഞ ഒരാൾ വന്നു. അപ്പോൾ അയാൾക്ക് എന്നോട് വലിയ ഇഷ്ടമാണ്. അയാൾ അന്ന് ചെറിയ പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. വളരെ ദരിദ്രമായ പശ്ചാത്തലത്തിൽ നിന്ന് വന്ന ഒരു മാഷായിരുന്നു. അപ്പോൾ അയാൾ ഞാൻ സ്കൂളിൻ്റെ അടുത്തുള്ള ഒരു ഹോട്ടലിൻ്റെ പിന്നിലുള്ള ഒരു മുറിയിലാണ് താമസിക്കുന്നത്. അപ്പോൾ അവിടെ പോയാൽ എനിക്ക് വായിക്കാൻ പുസ്തകങ്ങളൊക്കെ തരും. അപ്പോൾ അയാൾ ഈ അധ്യാപക ജോലി കൊണ്ട് മാത്രം കാര്യങ്ങൾ നടക്കില്ല ഈ രാമാനന്ദൻ മാസ്റ്ററുടെ. അപ്പോൾ അയാൾക്കൊരു വീക്കിലിയുടെ എഡിറ്റിംഗ് കിട്ടി. അപ്പോൾ അയാൾ അത് കൊച്ചിയിൽ കപ്പലിന് മുക്കിൽ ഉള്ള ആയിരുന്നു. ജോൺ പഞ്ചിക്കൽ എന്ന് പറഞ്ഞ ഒരാൾ നടത്തിയിരുന്ന പത്രമാണ്.
അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾക്ക് പോകുമ്പോൾ എന്നെ കൂട്ടിന് വിളിക്കും. പക്ഷെ അത് ഇടയ്ക്കുന്ന് നിന്ന് പോയി. അതാണ് ശരിക്കും തുടക്കം അതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ദ്രാവിഡ ശക്തി എന്ന് പറഞ്ഞ DMKയുടെ ഒരു പത്രം തോന്നും. പരമേശ്വരൻ എന്ന് പറഞ്ഞ ഒരാളായിരുന്നു അതിൻ്റെ DMKയുടെ ഒക്കെ നേതാവും. അപ്പോൾ അതും മൂപ്പരാൻ പേരൊന്നും വെക്കില്ല, പണിയൊക്കെ ചെയ്ത് കൊടുക്കും, അങ്ങനെയാണല്ല അന്നത്തെ. അപ്പോൾ അന്ന് എന്നെ കൂട്ടിയിരുന്നു. അപ്പോൾ അതിലും ഞാൻ സഹകരിച്ചിരുന്നു. അങ്ങനെ ഞങ്ങൾ തമ്മിലൊരു നല്ല ബന്ധം. പിന്നീട് അദ്ദേഹം കൂടുതൽ പഠിക്കുകയും കൊച്ചിൻ കോളേജിൽ പ്രൊഫസറാകുകയും വലിയ വലിയ പുസ്തകങ്ങൾ ശൈലീന് കണ്ടു, സാംഖ്യാന് കണ്ടു എന്നൊക്കെ പറഞ്ഞുള്ള നല്ല പുസ്തകങ്ങൾ, വലിയ പുസ്തകങ്ങളൊക്കെ എഴുതു. ഞാൻ മാധ്യമത്തിൽ വന്നതിന് ശേഷം ജമൽക്ക പിന്നെ അതിന് ശേഷം ഒരു പത്രത്തിൽ സ്ഥിരമായി ജോലി സ്വീകരിക്കുന്നത് ഏത് പത്രം? അതാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ജ്യേഷ്ഠൻ മുസ്തഫക്ക് 7 മക്കളുണ്ടായിരുന്നു. കാരണം പിന്നെ ഞാനും ഈ കോയർഫെഡിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. കോയർഫെഡ് എന്ന് പറഞ്ഞാൽ കൊച്ചിൻ സെൻട്രൽ കോയർ മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി. അത് കയർ തൊഴിലാളികളെ സംഘടിപ്പിച്ചിട്ട് ഉള്ള ആദ്യത്തെ ഒരു സഹകരണ സംഘമായിരുന്നു അത്. പിന്നെ അതിൻ്റെ സ്ഥാപകൻ എൻ്റെ ബാപ്പയായിരുന്നു. അപ്പോൾ ബാപ്പ മരിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ അതിൻ്റെ ഡയറക്ടർ ബോർഡ് BM പീറ്റർ എന്ന് പറഞ്ഞ ആളായിരുന്നു അതിൻ്റെ മാനേജിങ് ഡയറക്ടർ. ആൾ വന്നിട്ട് എൻ്റെ മദർ അന്നേരം മരിച്ചിട്ടില്ല. മദറിനോട് വന്ന് പറഞ്ഞു, പിന്നെ ഞങ്ങളൊരു 5000 രൂപ, അന്ന് 52-ലാണ്, അത് വലിയൊരു എമൗണ്ടാണ് അന്ന്. 5000 രൂപ പിന്നെ കുടുംബത്തിന് നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. കാരണം പഴക്കമുറ്റാത്ത കുട്ടികളാണല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ മദർ പറഞ്ഞു, അത് വേണ്ട, ആ പൈസ എടുത്താൽ തീർന്നു പോകും. 5000 രൂപ എന്ന് പറഞ്ഞാൽ ചിലവാൻ അത്ര സമയമൊന്നും വേണ്ട, എൻ്റെ മകനൊരു ജോലി കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അതിൽ ക്ലർക്കായിട്ട് ജോയിൻ ചെയ്ത് അവസാനം 40 വർഷം ജോലി ചെയ്തതിന് ശേഷം അദ്ദേഹം റിട്ടയർ ചെയ്തു. അപ്പോൾ അവിടുത്തെ ചീഫ് അക്കൗണ്ടൻ്റായി മാറിയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഒരു ഭാരമാകരുത്. ഞാൻ കാരണം എനിക്കിപ്പോൾ കോളേജിലേക്ക് പോകാനും ഒക്കെ ഭയങ്കര ചിലവ് വരും. അപ്പോൾ കോളേജിൽ എവിടെയാണ് പഠിച്ചത്? അല്ല, കോളേജിൽ ഞാൻ പോയില്ല, ഞാൻ ഡ്രോപ്പ് ഔട്ടാണ്. അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ഞാൻ എന്തെങ്കിലും പത്രത്തിൽ, അങ്ങനെ അവിടെയുള്ള ചെറിയ പത്രത്തിൻ്റെ ഓഫീസിലേക്ക് ഒരു ദിവസം കയറി ചെന്ന്, ഞാൻ എൻ്റെ കൂടെ വേറെ സുഹൃത്തുണ്ട് ചേർന്ന്. അപ്പോൾ എനിക്ക് പഠിക്കണം, പത്രപ്രവർത്തനം പഠിക്കണമെന്ന്. അന്ന് പിന്നെ ഈ ജേർണലിസം കോഴ്സ് ഇല്ല, പ്രസ് ക്ലബ്ബുകളില്ല, ഇതൊന്നും ഇല്ലാത്തൊരു കാലമാണ്. യൂണിവേഴ്സിറ്റിയിലൊന്നുമില്ല. അപ്പോൾ പ്രാക്ടിക്കലായിട്ടുള്ള എക്സ്പീരിയൻസിന് വേണ്ടി ചെറിയ പത്രത്തിൽ പോയി ഞാൻ പിന്നെ അവിടെ പോയിട്ട് CP മമ്മു എന്ന് പറഞ്ഞ ആളാണ്, അദ്ദേഹത്തിൻ്റെ ഇതിലുള്ള ആളാണ് ആദ്യത്തെ നമ്മുടെ ഉസ്താദ്. അപ്പോൾ അന്ന് അവിടെ വർക്ക് ചെയ്തിരുന്നത് ഏഴൂർ വാസുദേവൻ എന്ന് പറഞ്ഞിട്ട് അന്നത്തെ പ്രശസ്തനായ ഒരു നാടകൃത്തായിരുന്നു. പക്ഷേ അയാളൊന്നും എനിക്ക് ഒന്നും പറഞ്ഞു തന്നിട്ട് ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ എൻ്റെ അധ്വാനവും എൻ്റെ വായന, അപ്പം ഏതാണ്ടൊക്കെ സ്വയം പഠിച്ചെടുത്തതാണ് ആദ്യകാലത്ത്. അതെ, മിക്കവാറും ഞാൻ സ്വയം പഠിച്ചെടുത്താണ്. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു കൊച്ചിയിൽ നിന്ന് പിന്നെ കുറേ കാലം കഴിഞ്ഞിട്ടാണല്ലോ കോഴിക്കോട്ട് വരുന്നതൊക്കെ. ഈ ആദ്യമായിട്ട് ഒരു ജോലിയിൽ ഏത് പത്രത്തിലാണ് വന്നത്? അല്ല, ചെറിയ പത്രങ്ങളിൽ, കൊച്ചിയിൽ ചെറിയ പത്രങ്ങളൊക്കെ ജോലി ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ കല്യാണമൊക്കെ നടക്കുന്ന സമയത്ത് പിന്നെ ഒരു ചെറിയ പ്രസ് തുടങ്ങി, ട്രെഡിൽ പ്രസ്. പുതുതായിട്ട് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് അങ്ങനെ തുടങ്ങിയാണ് കൊച്ചിയിൽ. ഇംപ്രിൻറ്റ് എന്നായിരുന്നു അതിൻ്റെ പേര്. പക്ഷേ അത് പച്ച പിടിച്ചില്ല. ഒന്നാമത് എനിക്കറിയില്ല. ഞാൻ വിചാരിച്ചെന്നാണ് പ്രസ് എന്ന് പറഞ്ഞാൽ അക്ഷരങ്ങളുടെ ഒരു ലോകമാണല്ലോ. അപ്പോൾ അത് പ്രസ്സിൽ എന്താണ് നമ്മൾ പത്രമൊന്നുമല്ല, അല്ല, മറ്റ് ജോബ് വർക്കെല്ലാം ചെയ്തു ആ സമയത്താണ്. അപ്പോൾ അത് രക്ഷപ്പെടാനില്ല. ഞാൻ കല്യാണം കഴിച്ചിട്ടുണ്ട്. അപ്പോൾ എന്നോട് മമ്മൂക്ക പറഞ്ഞ്, ജമാൽ താൻ കല്യാണം കഴിച്ച അവിടെ നിന്നല്ലേ, കോഴിക്കോട് നിന്നല്ലേ, കോഴിക്കോട് നിന്ന് ഒരു പത്രത്തിൽ ഒരു ചാൻസ് കിട്ടിയാൽ അവിടെ ജോലി സ്വീകരിക്കുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതിനെന്താ, കുഴപ്പമൊന്നുമില്ല, എന്നാൽ പിന്നെ നിങ്ങൾ റെസ്റ്റ് ഹൗസിൽ
ഉമർ ബാഫയ്ക്ക് തങ്ങൾ വരുന്നുണ്ട്, ഒന്ന് വന്ന് കാണണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി കണ്ടപ്പോൾ പറഞ്ഞ് ഇപ്പം തന്നെ ഒരു കത്ത് എഴുതി തന്ന് KK മുഹമ്മദിന്, ലീഗ് ടൈംസിൻ്റെ ചീഫ് എഡിറ്ററാണ്. അപ്പോൾ ഞാൻ കല്യാണം കഴിക്കുമ്പോൾ ഒരു ആദ്യം ഞാൻ പറഞ്ഞിരുന്നത് ഒരു വീട്ടുപുയ്യാപ്പിളായിട്ട് ഞാൻ നിൽക്കൂല എന്ന് ഞാൻ പറഞ്ഞിരുന്നത്. പക്ഷേ അതിന് വിരുദ്ധമായിട്ട് എനിക്ക് അവിടെ വീട്ടുപുയ്യാപ്പിള ആവേണ്ടതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ പന്നിയങ്കരയിലാണ് ലീഗ് ടൈംസ് ഓഫീസ്. അവിടെ നിന്ന് കല്ലായിരത്തി കമ്പനിയിലേക്ക് കുറഞ്ഞ ദൂരമുള്ളൂ. അപ്പോൾ പിന്നെ വീട്ടിൽ താമസിക്കാൻ വൃത്തിയുള്ളൂ. അങ്ങനെയാണ് അവിടെ ഞാൻ താമസിച്ചത്. അപ്പോൾ ലീഗ് ടൈംസ് പത്രത്തിൽ ഞാൻ അവിടെ ചെന്നപ്പോൾ എനിക്ക് നല്ല സ്വീകരണമായിരുന്നു. ഈ പിന്നെ PK മുഹമ്മദ്, മാനു സാഹിബ്, പിന്നെ കുഞ്ഞുമൂസ, KP കുഞ്ഞുമൂസ, ചെറുപ്പ, ഒരുപാട് ആളുകൾ നമ്മളെ എല്ലാവർക്കും എന്നെ അറിയാം. കാരണം ഞാൻ എഴുതുന്നതുകൊണ്ട് അവർക്കെല്ലാം എന്നെ അറിയാം. അപ്പോൾ അവിടെ എന്തായിരുന്നു പോസ്റ്റ് എന്തായിരുന്നു? അന്ന് പിന്നെ ഡെസ്കിലായിരുന്നു. ഡെസ്കിൽ ഉമർ വാണിജ്യശാല ഒക്കെ ആയിരുന്നു. റിപ്പോർട്ട് തയ്യാറാക്കാനും പ്രൂഫ് റീഡിംഗ് ഒക്കെ. ഞാൻ റിപ്പോർട്ടിങ് സൈഡിലേക്ക് അധികം പോയിട്ടില്ല. ഞാൻ മിക്കവാറും ഡെസ്ക് ഓറിയൻറ്റഡ് ആയിട്ടുള്ള വർക്കാണ് ചെയ്തത്. അതുമാത്രമല്ല കൂടുതൽ ലിറ്റററി സാഹിത്യം, സാംസ്കാരിക. ലീഗ് ടൈംസ് കഴിഞ്ഞിട്ട് നേരെ പിന്നെ എവിടെയാണ് വരുന്നത്? ലീഗ് ടൈംസ് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ രസം 85-ലാണ് ലീഗ് ടൈംസ് ഇത് ചെയ്തത്. അത് ചന്ദ്രയിൽ മെർജ് ചെയ്തപ്പോൾ പിന്നെ ആ പത്രം ഇല്ല, അത് പൂട്ടി, ചന്ദ്രികയുടെ ഭാഗമായി. അപ്പോൾ അതിൽ എന്നെ ഒന്നും അബ്സോർബ് ചെയ്തില്ല. ഞാൻ പാർട്ടിയിൽ പെടാത്ത ആളാണ്. ആ സമയത്ത് എനിക്ക് എറണാകുളത്ത് നിന്നൊരു ഓഫർ വന്നു. അപ്പോൾ അതോടുകൂടിയിട്ട് ലീഗ് ടൈംസിൽ നിന്ന് ചന്ദ്രികയിൽ മെർജോടുകൂടി നിങ്ങളെ ജോലി നഷ്ടപ്പെട്ടു? എനിക്ക് ജോലി നഷ്ടപ്പെട്ടു. ആ ഒരു അന്തരാളഘട്ടത്തിലാണ് എനിക്ക് എറണാകുളത്ത് നിന്നൊരു ഓഫർ വരുന്നത്. ഒരു വീക്കിൽ തുടങ്ങാൻ പോകുന്നു, പ്രിവ്യൂ എന്ന് പറഞ്ഞ ഒരു വീക്കിൽ തുടങ്ങും. എനിക്കറിയാവുന്ന വാസുപിള്ള എന്ന് പറഞ്ഞ ഒരാളാണ്, CV വാസുപിള്ള. അത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞ ഒരു തിരുമേനിയാണ് അയാൾ. പിന്നെ ഈ ഹിന്ദുവിൻ്റെ മറ്റോ പിന്നെ അവിടുത്തെ കറസ്പോണ്ടൻ്റ് ആയിരുന്നു. അപ്പോൾ ആൾ വീക്കിൽ തുടങ്ങുന്നുണ്ട്, അതിൻ്റെ ചീഫ് എഡിറ്ററായിട്ട് നിങ്ങളെ വെക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്, വരാൻ പറ്റുമോ? ഓ, ഞാൻ വരാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ വീണ്ടും കൊച്ചിയിലേക്ക് പോവുകയാണ്. വൈഫിനെയൊക്കെ എല്ലാം കൊണ്ടുപോയി, ജുബി അന്ന് ചെറിയ കുട്ടിയാണ്, മൂത്താൾ. അവളെ കൊണ്ടുപോയിട്ട് അവിടെ സെൻറ്റ് മേരീസ്, ഫോർട്ട് കൊച്ചി സെൻറ്റ് മേരീസ് കോളേജ് ആ കോൺവെൻറ്റിൽ ചേർത്ത്, ആ സ്കൂളിൽ ചേർത്ത്. അങ്ങനെയാണ് കൊച്ചിയിലേക്ക് രണ്ടാമത്തെ. പക്ഷേ ഈ ഏതാനും ലക്കങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്ക് അത് നിന്നുപോയി. നിന്നുവെന്നാണ് ഇയാളതിൽ പൈസ ഇല്ലാതെ തുടങ്ങിയത്. കാരണം അങ്ങനെയുള്ള ഒരു പ്രശ്നം. അത് കഴിഞ്ഞിട്ട് പിന്നീട് അതുപോലെ തന്നെ വേറെ ഒരു സംഭവം ഉണ്ടാകുകയാണ്. അപ്പോൾ UA ഖാദർ നമ്മുടെ സുഹൃത്താണ് ആ സമയത്ത്. ഖാദർക്ക പറഞ്ഞ് ഈ പിന്നെ അബ്ദുല്ല അഹമ്മദ് എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്, എൻ്റെ സുഹൃത്താണ്. അയാൾ കേരളദേശം KVS ആളയിൽ നിന്ന് എടുത്തുണ്ട്. അത് പിന്നെ വീക്കിലായിട്ടാണ്. അപ്പോൾ അത് നമുക്ക് രണ്ടുപേർക്കും കൂടി ചെയ്യാം. ജമാലുണ്ടെങ്കിൽ മാത്രമേ ഞാനുള്ളതെന്ന് പറഞ്ഞു. അങ്ങനെ തല്ലിക്കൂട്ടി അതും കുറച്ച് ലേഖനങ്ങൾ ഇറക്കി. അത് ഒരു പ്രാക്ടിക്കലായിരുന്നില്ല, ഒരു വീണ്ടും വിചാരമില്ലാത്തതാണ്. ആ സമയത്ത് ആണ് മാധ്യമം തുടങ്ങുന്നത്. അപ്പോൾ ഈ 85-ൽ ലീഗ് ടൈംസ് പൂട്ടി, 87-ൽ ഈ പ്രിവ്യൂ അല്ല 85-ൽ തന്നെ ഞാൻ പ്രിവ്യൂയിലേക്ക് പോയി. പിന്നെ കേരള ശബ്ദം. ഇതൊക്കെ ഈ 2 കൊല്ലത്തിനകം സംഭവിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ മാധ്യമത്തിൽ പോയി. മാധ്യമം തുടങ്ങിയപ്പോൾ തന്നെ മാധ്യമത്തിൻ്റെ അവർക്കറിയാം, എൻ്റെ ടേസ്റ്റൊക്കെ അറിയാം. 87 ജൂൺ 1-ാം തീയതി ഞാൻ തുടങ്ങിയത്. അതിന് മുമ്പ് ഏപ്രിലിൽ തന്നെ ഞാൻ പോയി. അപ്പോൾ അതിൻ്റെ വീക്കെൻഡിൻ്റെ ചാർജ് വാരാദ്യ മാധ്യമം K കൊടുങ്ങല്ലൂരായിരുന്നു. കൊടുങ്ങല്ലൂർ ആണ് അതിൻ്റെ വീക്കെൻഡിൻ്റെ ഒക്കെ ചെയ്യുന്നത്. ഫസ്റ്റ് മാധ്യമത്തിൻ്റെ ആദ്യത്തെ പത്രം ഡിസൈൻ ചെയ്തൊക്കെ ഞാനാണ്. ആദ്യത്തെ ലക്കം, പിന്നെ ലേഔട്ടും എല്ലാം അതിൻ്റെ രൂപകൽപ്പന ചെയ്തതാണ്. അത് കൂടാതെ പിന്നെ അവരുടെ ഉദ്ഘാടന പതിപ്പ്, പിന്നെ വാർഷിക പതിപ്പുകൾ, ആഗസ്റ്റ് 15, ഇങ്ങനെയൊക്കെയുള്ള. മാധ്യമത്തിൽ ജമാൽക്ക് എത്ര വർഷം വർക്ക് ചെയ്തു? 15 വർഷം. അത് അവിടുന്ന് റിട്ടയർ ചെയ്തു, നേരെ തേജസ്സിൽ വന്നു അല്ലേ?
നേരെ എന്ന് പറഞ്ഞാൽ 2 വർഷം കഴിഞ്ഞിട്ടാണ് ഒരു ബ്രേക്ക്, 2 വർഷത്തെ ഒരു ബ്രേക്കിന് ശേഷം തേജസ് തുടങ്ങുമ്പോൾ തേജസ്സിൽ വന്നു അല്ലേ? തേജസ്സിൽ ഏതാണ്ട് മുഴുവൻ ചാർജും ഉണ്ടായെന്ന് തോന്നുന്നു. മുഴുവൻ ചാർജല്ല, ഞാൻ പറഞ്ഞില്ലേ അവിടെ പിന്നെ വീക്കെൻഡ് ആഴ്ചവട്ടം എന്ന് പറഞ്ഞു. പിന്നെ അവരുടെ വർഷം തോറും ഇറങ്ങുന്ന വാർഷിക പതിപ്പുകൾ, അത് പിന്നെ 15 വർഷം മാധ്യമത്തിൽ അത് തന്നെ ചെയ്തത്, ഞാൻ തന്നെയാണ് അത് ചെയ്തത്. മാധ്യമത്തിൻ്റെ വാർഷിക പതിപ്പെല്ലാം അത് ഞാനാണ് ചെയ്യുന്നത്. ഇവിടെ അതെ ടോട്ടല് 10-26 വാർഷിക പതിപ്പുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ വാർഷിക പതിപ്പ്. പിന്നെ നമ്മൾ ഈ മാധ്യമരംഗത്ത്, പ്രത്യേകിച്ച് പത്രപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ ഒരാവശ്യത്തിനുള്ള ഫ്രീഡം നമുക്ക് അനുഭവപ്പെടും. അതല്ലെങ്കിൽ എന്തെങ്കിലും റെഗുലേഷൻസ് അല്ലെങ്കിൽ ഒരു വലിക്കുന്ന ഒരു രീതി മാനേജ്മെന്റ് ചില സമയത്തൊക്കെ ഉണ്ടാകാറുണ്ട്. അത് റിപ്പോർട്ടിങ്ങിലാണോ കൂടുതൽ വരുന്നത്? അല്ലെങ്കിൽ റിപ്പോർട്ടല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സാംസ്കാരിക പത്രപ്രവർത്തകനായിരുന്നു. പിന്നെ ആർട്ടിക്കിൾ പ്രസിദ്ധീകരിക്കാൻ വേണ്ടി നിങ്ങൾ സെലക്ട് ചെയ്ത് വെച്ചിടത്ത് നിന്ന് അത് കൊടുക്കേണ്ട അങ്ങനെയുള്ള അനുഭവങ്ങൾ അങ്ങനെ ചില സമയത്തൊക്കെ ഉണ്ടായിട്ടുണ്ട്. എങ്ങനെയാണ് അങ്ങനത്തെ സിറ്റുവേഷൻ? അല്ല, അത് മാനസികമായിട്ട് പ്രയാസം ഉണ്ടാവില്ലേ? അത് പ്രയാസം ഉണ്ടാവും, പിന്നെ തീർച്ചയായിട്ടും ഉണ്ടാവും. അങ്ങനെയുള്ള ഘട്ടങ്ങളുണ്ടാവും. ചില ഘട്ടങ്ങൾ നമ്മളത് ഇത് ചെയ്യും. പക്ഷേ എന്നാലും പൂർണ്ണമായ സ്വാതന്ത്ര്യം നൽകിയിരുന്നു. പ്രത്യേകിച്ച് എന്താണെന്ന് വെച്ചാൽ അവിടെ പരിചയ സംബന്ധമായപ്പോൾ ജേർണലിസ്റ്റുകൾ ഉണ്ടായിരുന്നില്ല. മാധ്യമം തുടങ്ങുന്ന സമയത്ത് ഒരു ദിനപത്രത്തിൽ ജോലി ചെയ്ത് പരിചയമുള്ള 3-4 പേര് ഉണ്ടായിരുന്നു. തുടക്കത്തിൽ PA മാരിസ് ഉണ്ടായിരുന്നു. ആൾ പിന്നെ മാതൃഭൂമിയിൽ ജോലി ചെയ്ത് കുറച്ചാൾ പരിചയമുള്ള ആളായിരുന്നു. പിന്നെ TP ചെറുപ്പ ഉണ്ടായിരുന്നു, പോക്കർ കലലുണ്ടി ഉണ്ടായിരുന്നു. ബാക്കി എല്ലാം ഫ്രഷ് ആയിരുന്നു. അവിടെ പിന്നെ O അബ്ദുറഹ്മാൻ, O അബ്ദുല്ല ഒക്കെ തന്നെ പ്രബോധനത്തിൽ ജോലി ചെയ്ത പരിചയമുള്ള ആളുകളായിരുന്നു. പിന്നെ ദിനപത്രത്തിൽ ഉള്ള ജോലി എന്ന് പറഞ്ഞാൽ അത് വേറെ തന്നെയാണ്, വേറൊരു മേഖലയാണ്. ഇപ്പോൾ എന്താ ഒരുപാട് പുസ്തകങ്ങൾ ജമാൽക്ക കഥ എഴുതിയിട്ടുണ്ട്, നോവൽ എഴുതിയിട്ടുണ്ട്, ട്രാൻസ്ലേഷൻ വന്നിട്ടുണ്ട്, അങ്ങനെ ഒത്തിരി സംഗതികൾ ചെയ്തിട്ടുണ്ട്. ഈ സംഗീതത്തെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ എനിക്ക് തോന്നുന്നത് ലതാ മങ്കേഷ്കറെ കുറിച്ചൊക്കെ നിങ്ങൾ മാത്രമേ എഴുതിയിട്ടുള്ളൂ അല്ലേ? അതൊക്കെ എഴുതിയിട്ടുണ്ട്. പാട്ട് എഴുതിയിട്ടുണ്ട്, തിരക്കഥ എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ എല്ലാ മേഖലകളിലും ആവുന്ന മേഖലകളിലൊക്കെ തൻ്റേതായ ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരാളാണ്. ജമാൽക്ക പൊതുവെ തൃപ്തനാണോ? ഞാൻ വളരെ എൻജോയ് ചെയ്തപ്പോൾ ഞാൻ എൻ്റെ ജോലിയെക്കുറിച്ച്, എൻ്റെ പ്രൊഫഷനെക്കുറിച്ച് പറഞ്ഞു. ഞാൻ ഇഷ്ടപ്പെട്ടിട്ട് വന്നാണ്. എനിക്ക് പിന്നെ ജ്യേഷ്ഠൻ അതിന് പോരുതെന്ന് ഒന്നും പറഞ്ഞില്ല, ഫ്രീഡം തന്നു. ജ്യേഷ്ഠൻ ഫ്രീഡം തന്നു. കാരണം ജ്യേഷ്ഠൻ വളരെ ഫ്രണ്ട്ലി ആയിരുന്നു എന്നോട്. വളരെ ഒരു സുഹൃത്തിനെ പോലെയാണ് പെരുമാറുന്നത്, പ്രത്യേകിച്ച് അടുത്ത കാലത്താകുമ്പോൾ. അപ്പോൾ അതിൽ കാരണം എനിക്ക് എൻ്റെ ടേസ്റ്റ് അതാണെന്ന് മനസ്സിലാക്കിയിട്ട് ആ രംഗത്ത് ഈ ഇത്തരം ഒരുപാട് പുസ്തകം, ഞാൻ പറഞ്ഞല്ലോ പുസ്തകങ്ങൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തു. ഈ സമൂഹത്തോട് പറയാനുള്ളത് മുഴുവനും പറഞ്ഞു കഴിഞ്ഞു എന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടില്ല. കുറച്ച് അപ്പോൾ എന്താണ് പുതിയ പ്രൊജക്റ്റുകൾ? പുതിയ പ്രൊജക്റ്റ് ഞാൻ ഒരു കോഴിക്കോട് ബേസ് ചെയ്തിട്ട് ഒരു നോവൽ തുടങ്ങി വെച്ചിരുന്നു. 5-6 ചാപ്റ്റർ കഴിഞ്ഞു. അതിൻ്റെ ഇടയ്ക്കാണ് കൊച്ചിയിലെ ഒരു സബ്ജക്റ്റ് അത് ഒരു 8-10 വർഷമായിട്ട് ഞാൻ പിന്നെ അതിൻ്റെ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് ഏതാണ്ട് കൊച്ചി ബേസ് ആയിട്ടുള്ള ആൾറെഡി നമ്മളൊരു എൻ്റെ കൊച്ചി എന്ന് പറഞ്ഞിട്ടൊരു അത് ആ പുസ്തകമല്ല, ഇത് ഫിക്ഷനാണ്, നോവലാണ്. കാരണം ഡച്ച് പീരീഡ് തൊട്ട് പിന്നെ 21ാം നൂറ്റാണ്ട് വരെ വരുന്ന 250 കൊല്ലം. അതെ, അത് ആ ബേസ് ചെയ്തിട്ടുള്ള ഒരു വർക്ക്. അപ്പോൾ ഇത് ഈ കൊച്ചിയെ കുറിച്ചുള്ള ആ ഒരു വർക്കും പിന്നെ കോഴിക്കോടിനെ കുറിച്ചുള്ള ഒരു വർക്കും ചെയ്യാനുണ്ട്. ഇത് സ്വന്തം ജന്മസ്ഥലം എന്നുള്ള നിലക്ക് അതൊക്കെ ഫിക്ഷനാണ്, നോവലുകളാണ്. മറ്റത് വിവാഹ ബന്ധത്തിലൂടെ വന്നെത്തിപ്പെട്ട പോറ്റമ്മ, കോഴിക്കോട് എന്നെ സംബന്ധിച്ചിടത്തോളം പോറ്റമ്മയും മറ്റേത് പെറ്റമ്മയും എന്ന് പറയാം. ഈ 2 നഗരങ്ങളും തമ്മിൽ ഏറ്റവും ഇഷ്ടം രണ്ടും എനിക്കിഷ്ടം തന്നെയാണ്. വേറിട്ട് പറയുന്നില്ല, ഒന്നിനോട് പ്രത്യേകിച്ച് ഇഷ്ടമൊന്നുമില്ല. അല്ല, പ്രത്യേകിച്ചൊന്നും ഇഷ്ടങ്ങൾ എന്താണെന്ന് വ്യക്തി ഇഷ്ടമാണ്. ഞാൻ സുബൈറിനെ ഇഷ്ടപ്പെടും, ഞാൻ സുബൈറിനെ ഇഷ്ടപ്പെടുന്ന പോലെ തന്നെ ആഫീസിനെ എനിക്ക് ഇഷ്ടപ്പെടാം. സ്നേഹത്തിന് അങ്ങനെ തീർന്നു പോകുന്ന സംഗതിയല്ലല്ലോ.
അല്ല സർ, ഞാൻ സാധാരണഗതിയിൽ ഞാൻ ഇപ്പോൾ ഈ ഏറ്റവും കൂടുതൽ സൗഹൃദങ്ങളുള്ളത് എവിടെയാണ്? കോഴിക്കോടാണോ കൊച്ചി? സൗഹൃദം ഇപ്പോൾ പഴയ സൗഹൃദം കൊച്ചിയിലുള്ള ഒരുപാട് ആളുകൾ അടുത്ത് മരിച്ചുപോയി. ഇപ്പോൾ ഒരുപാട് ആളുകൾ എന്ന് പറഞ്ഞാൽ NK ലത്തീഫ് എന്ന് പറഞ്ഞ ആളുണ്ടായിരുന്നു. അവിടെ എല്ലാ കാര്യങ്ങളിലും സാംസ്കാരിക നേതൃത്വം നൽകിയിരുന്ന അവിടെ സംഗീതത്തോട് താല്പര്യമുള്ള ആളുകൾ ചെറുപ്പം മുതലേ മുംബൈയൊക്കെ ഉണ്ടായിരുന്നു. ജമാൽക്കൊക്കെ അതുണ്ടായിരുന്നു. എച്ച് മഹബൂബ് മിക്കവാറും എൻ്റെ വീട്ടിൽ വന്നിരുന്ന ആളാണ്. ഏത് സിനിമക്കാണ് സ്ക്രിപ്റ്റ് എഴുതിയത്? സ്ക്രിപ്റ്റ് ചെയ്തത് പിന്നെ 79 തലരിട്ടേനാക്കുള്ള സിനിമ. PA ബക്കറിൻ്റെ അല്ലല്ല, അത് പിന്നെ ഗോപകുമാറാണ് ചെയ്തത്, ചന്ദ്രകുമാറിൻ്റെ ജ്യേഷ്ഠൻ. ഒരു സ്ക്രിപ്റ്റ് തിരക്കഥ എഴുതിയത് ഒരു സിനിമക്ക് മാത്രമേ ഉള്ളൂ. അത് അതിനാണ് ചെയ്തത്. പിന്നെ ചാപ്പ ഞാനാണ് എഴുതി, എൻ്റെ കഥയെ ബേസ് ചെയ്തിട്ട് എഴുതിയാണ്. അത് കൊച്ചിയിലെ തുറമുഖ തൊഴിലാളികളുടെ ജീവിതം ആവിഷ്കരിക്കുന്ന ഒരു. എത്ര സിനിമക്ക് പാട്ട് എഴുതിയിട്ടുണ്ടാവും? 2 സിനിമയൊക്കെ പാട്ട് എഴുതിയിട്ടുണ്ട്. പക്ഷെ പാടിയത് യേശുദാസ് പാടിയുണ്ട്, ജാനകി പാടിയുണ്ട്, വാണി ജയറാം പാടിയുണ്ട്, ജയന്തം പാടിയുണ്ട്. സിനിമാ ഫീൽഡിലുള്ള പഴയകാല അഭിനേതാക്കളൊക്കെ ആയിട്ട് ബന്ധമുണ്ടായിരുന്നല്ലോ. അങ്ങനെ അവരുമായിട്ടുള്ള ഓർമ്മകൾ എന്തൊക്കെയാണ്? ഓർമ്മകൾ, ഞാൻ പ്രേം നസീറിനെ കുറിച്ചുള്ള ഒരു പുസ്തകം ചെയ്തിരുന്നു, സ്മാരക ഗ്രന്ഥം ചെയ്തിരുന്നു. അത് 1972 അന്ന് പിന്നെ നസീർ സാറ് ഈ 300 പടങ്ങൾ തികച്ച സമയത്ത് ഞങ്ങളെ കൊച്ചിയിലുള്ള കുറേ സുഹൃത്തുക്കൾ പറഞ്ഞ് ഒരു സ്വീകരണം അദ്ദേഹത്തിന് കൊച്ചിയിൽ വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞു. ഗംഭീര സ്വീകരണം കൊടുത്തു. ഉമ്മൻകോശിയൊക്കെ ഉണ്ടായിരുന്നു, അന്ന് റിട്ടയർഡ് SP ആയിരുന്നു. പിന്നെ അപ്പോൾ അതിൻ്റെ സ്മാരക നസീർ സ്മൃതി അങ്ങനെ ഒരു പുസ്തകം. അപ്പം അത് അദ്ദേഹവുമായിട്ട് ആലോചിച്ച് ചെയ്താണ്. അല്ല, അദ്ദേഹത്തെ ആലോചിച്ചെന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ സഹകരണത്തോടുകൂടി ചെയ്തതാണ്. കാരണം അന്ന് നസീറല്ലാതെ വേറെ ആരുമില്ല. സത്യം മരിച്ചു പോയിരുന്നെന്നാണ് എനിക്ക് തോന്നുന്നു. അതിന് ശേഷമാണ്. അപ്പോൾ ഞാനും മദ്രാസിൽ പോയി ഒരു ദിവസം അയാളുടെ എല്ലാ കോൾ ഷീറ്റും കട്ട് ചെയ്തിട്ട് ഒരു ദിവസം ഞാൻ ആ വീട്ടിൽ, പിന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ടെറസിൽ പോയിരുന്നു. ഇപ്പോൾ ഈ പത്രപ്രവർത്തന രംഗത്ത് തന്നെ ഇപ്പം ജമാൽക്കൻ്റെ കീഴിൽ ഒരുപാട് പേര്, കുറേ കുട്ടികൾ, പുതിയ കുട്ടികളൊക്കെ വന്നിട്ടുണ്ടാവും, പലതും അഭ്യസിച്ചിട്ടുണ്ടാവും, പഠിച്ചിട്ടുണ്ടാവും, പോയിട്ടുണ്ടാവും. ഇപ്പോഴും ബന്ധം പുലർത്തുന്ന ശിഷ്യന്മാരുണ്ടോ? ഉണ്ട്. പിന്നെ ഇപ്പോൾ ഡോക്ടർ അസീസ് തരുവാണ് എൻ്റെ ശിഷ്യനാണ്. ശിഷ്യൻ എന്ന് ആ വാക്ക് ഉപയോഗിക്കാറില്ല, എൻ്റെ സഹപ്രവർത്തകൻ എന്നാ പറയാറുള്ളത്. പിന്നെ ബാബുരാജ് ഭഗവതി, പിന്നെ സലാം കോളേജിൽ പ്രൊഫസറാണ് ആള്. അവരൊക്കെ ഇപ്പോഴും ഞങ്ങളായിട്ട് അടുപ്പവും സ്നേഹമൊക്കെ ഉള്ളവരാണ്. ഈ മലയാള സാഹിത്യത്തിൽ ഇപ്പോൾ താങ്കൾ ഒരു എഴുത്തുകാരൻ, അതുപോലെ ഒരുപാട് പേര് കോഴിക്കോടുകാരുണ്ട്, പല സ്ഥലങ്ങളിലും ഉണ്ടല്ലോ. ഈ എഴുത്തുകാരുമായി അങ്ങനെ അവരൊക്കെ ആയിട്ട് ബന്ധമാണ്? അവരുമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ, ഞാൻ സമസ്ത കേരള സാഹിത്യ പരിഷത്തിൽ പിന്നെ 60s അവസാനം 70s തുടക്കത്തിൽ, ആ സമയത്ത് ഞാൻ സാഹിത്യ പരിഷത്ത്, എറണാകുളം സാഹിത്യ പരിഷത്തിൽ ഓഫീസ് സെക്രട്ടറി ആയിരുന്നു. അന്ന് സുമാർ അഴിക്കോട് അതിൻ്റെ പ്രസിഡൻറ്റ്, പിന്നെ CP ശ്രീധരൻ, പോന്നിക്കൽ റാഫി, PA സെയ്ദ് മുഹമ്മദ്, ഇങ്ങനെയുള്ള ആളുകളുമായിട്ടൊക്കെ നല്ല ബന്ധമായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് പിന്നീട് ഇവിടെ വന്നപ്പോൾ പിന്നെ ഈ ആളുകളുമായിട്ട് അവരുടെ സൃഷ്ടികൾ വാങ്ങാനും അവരുടെ പിന്തുണ കിട്ടിയത് അതുകൊണ്ടാണ്. എഴുത്തുകാർ ഇപ്പോൾ ഇവിടെ കോഴിക്കോടുള്ള പല എഴുത്തുകാരുമായിട്ട് നിങ്ങളിപ്പോൾ പല വേദികളൊക്കെ പങ്കിടുന്നുണ്ടാവും. അപ്പോഴുള്ള ആ ഒരു സൗഹൃദം സാധാരണഗതിയിൽ അങ്ങനെ ആ ഒരു നിമിഷ നേരത്തേക്കാണോ, അതല്ല പലപ്പോഴും അതിങ്ങനെ ദീർഘകാലത്തൊരു ബന്ധമായിട്ട് കാണാറുണ്ടോ? അല്ല, ദീർഘകാലമായിട്ട് എല്ലാവരും ധൃതിയിലായതുകൊണ്ട് അല്ലെങ്കിൽ തിരക്കിലായതുകൊണ്ട് അല്ല, അതല്ല, അത് സ്നേഹബന്ധം. ഞാനിപ്പോൾ കുഞ്ഞാമു, AP കുഞ്ഞാമായിട്ടുള്ള ഒരു AP കുഞ്ഞാമു പിന്നെ ഒരു വലിയ അറിയപ്പെടുന്ന ആളല്ലെങ്കിലും ഈ കോഴിക്കോടിൻ്റെ സാംസ്കാരിക ജീവിതത്തിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ളവരാണ്. അപ്പോൾ ഞാൻ വന്ന കാലത്ത് കുഞ്ഞാമുമായിട്ടാണ് ഒരു അടുത്ത ബന്ധം പുലർത്തിയത്. പിന്നെ ഇപ്പോൾ സുബൈർ മൻലോഡിയൻ്റെ സുഹൃത്താണ് അദ്ദേഹം. പിന്നെ എഴുത്തുകാരനൊന്നുമില്ല, നമ്മൾ ഒരു സഹൃദയനാണ്, അത്രേ ഉള്ളൂ. മൊത്തം എത്ര പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ടാവും? 32 പുസ്തകങ്ങളോളം ഉണ്ട്. പുസ്തകങ്ങളോളം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് പല പ്രസാധകരുമായിരിക്കുമല്ലോ ഉണ്ടാവുക. പലരും ഉണ്ട്. ഒരുപാട് അവാർഡുകൾ ജമാൽക്കൊക്കെ കിട്ടിയിട്ടുണ്ടെന്നറിയാം. 12 അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ജമാൽക്ക് അർഹിക്കുന്ന ഒരു അംഗീകാരം വന്നോ?
അത് പറയാൻ പറ്റില്ല. കാരണം ഒന്നാമത് നമ്മളായല്ല. കാരണം ഞാൻ കുറേ പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. കൊച്ചിയിൽ എനിക്കൊരു നല്ലൊരു സ്വീകരണം നൽകി. അത് സ്വീകരണം എൻ്റെ ഈ ഓർമ്മയുടെ അറകൾ എന്ന് പറഞ്ഞ പുസ്തകത്തിൻ്റെ റിലീസ് ഞാൻ അറിയാതെ തന്നെ അതൊരു ഭയങ്കര ആഘോഷമായിട്ട് മാറി. അല്ല, ഞാൻ ഉദ്ദേശിക്കുന്നു സാഹിത്യത്തിൽ ഉന്നത പുരസ്കാരങ്ങൾ അതൊന്നും കിട്ടിയിട്ടില്ല. കാരണം അതിന് കിട്ടാൻ വേണ്ടി ഞാൻ ശ്രമിച്ചിട്ടുമില്ല. ഒന്നാമത് ഞാൻ അതിൻ്റെ പിന്നാലെ നടക്കുന്ന ഒരാളല്ല. നമ്മളെ വന്നു കഴിഞ്ഞാൽ നമ്മളത് സ്വീകരിക്കും, വേണ്ടാന്ന് പറയില്ല. വേണ്ടാന്ന് പറയാൻ പിന്നാലെ പോകാനുള്ള ഒരു കൗശലമൊന്നും വശമില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. സഹൃദയരായ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. പല ആളുകൾ എന്നോട് പറഞ്ഞേ ആത്മകഥ എഴുതാൻ പറഞ്ഞു. ഒന്നാമത് ആത്മകഥ എഴുതുമ്പോൾ പല ആളുകളും വേദനിപ്പിക്കേണ്ടി വരും. ചില ആളുകളൊക്കെ നമ്മൾ വേദനിപ്പിക്കേണ്ടി വരും. ആത്മകഥ എന്ന് പറയുന്നത് കുറച്ചൊക്കെ അങ്ങനെ ഉണ്ടാവണമല്ലോ. നമ്മളെ വേദനിപ്പിച്ചവരെ നമ്മൾ എന്തായാലും എടുത്ത് പറയാം. അപ്പോൾ അത് പറയുമ്പോൾ അത് അങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ട് ആത്മകഥ എഴുതാൻ? പരിപാടിയില്ല, എനിക്കറിയില്ല. എനിക്ക് രണ്ട് മൂന്ന് വർക്ക് ചെയ്ത് തീർക്കണമെന്നുണ്ട്. ഒന്ന് കൊച്ചിയെ ബേസ് ചെയ്തിട്ട് കുറച്ചുകൂടി ഒരു പിന്നെ വൈഡ് ക്യാൻവാസിലുള്ള ഒരു വളരെ കാലത്ത് ആഗ്രഹം. കാരണം ഞാൻ എൻ്റെ ഫിക്ഷൻ, അതായത് സർഗാത്മകമായിട്ടുള്ള എൻ്റെ രചനകൾ ഞാൻ ഇങ്ങനെ നീക്കി വെച്ച് പോയതാണ്. കാരണം സർഗാത്മകമായ ഒരു പ്രവൃത്തി തന്നെയായിരുന്നു എൻ്റെ ജേർണലിസം. കാരണം ക്രിയേറ്റീവ് ജേർണലിസത്തിൽ വർക്ക് ചെയ്ത ആളാണ്. മറ്റുള്ളവരെ കൊണ്ട് എഴുതിക്കുക, പുതിയ പുതിയ ആശയങ്ങൾ കൊണ്ടുവരിക, അങ്ങനെ വരുമ്പോൾ നമ്മൾ ചിന്തകളൊക്കെ അങ്ങോട്ട് പോകും. അതിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ സർഗാത്മകതയുടെ ഒരു തലങ്ങൾ ആ ലെവലിലേക്ക് പോകുമ്പോൾ നമുക്ക് നമ്മുടെ ആയിട്ടുള്ള ഒരു വർക്ക് ചെയ്യാനായിട്ട് അങ്ങനെ അതാണ് ഞാൻ ഈ അവസാന ഘട്ടത്തിൽ അത് ചെയ്യാം. പെട്ടെന്ന് ഒരു അസുഖം കാരണമൊക്കെയാണല്ലോ ഫാത്തിമ നമ്മളെ വിട്ടുപോയത്. അപ്പോൾ ആ ഒരു പ്രയാസത്തിലൊക്കെ കുറച്ച് കാലം വളരെയധികം പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ അല്ല, അത് ഞാൻ ചെയ്യുന്ന നമ്മുടെ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ രണ്ടും ഉണ്ടാവും. ജീവിതത്തിൽ സുഖദുഃഖങ്ങളൊക്കെ മനുഷ്യന് സഹജമാണ്. പക്ഷെ അത് ഓർത്തിരുന്ന് തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം അപ്പോൾ അതിന് ഓവർകം ചെയ്യാനായിട്ട് ഞാനിപ്പോൾ 80+ ആയി. പക്ഷേ ഇപ്പോൾ ഞാൻ ആക്റ്റീവായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എവിടെ വലിയ ദൈവത്തിൻ്റെ പടച്ചോൻ്റെ അനുഗ്രഹമാണ്. അതാണ് തീർച്ചയായിട്ടും. അപ്പോൾ നമ്മൾ എൻഗേജ് ചെയ്തുകൊണ്ടിരിക്കണം എപ്പോഴും. ഈ 80+ എന്ന് ജമാൽക്ക പറഞ്ഞിട്ടും പഴയത് മുതൽ ഇങ്ങനെ ഓർത്തെടുക്കാൻ കഴിയുന്നത് തന്നെ വലിയൊരു അത് വലിയൊരു അനുഗ്രഹം, പടച്ചോൻ്റെ ഒരു അനുഗ്രഹമാണ്. ഇന്നത്തെ ഇൻ്റർവ്യൂ സത്യത്തിൽ ഒരു വളരെ അവിസ്മരണീയം. എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഇതിനൊരു അവസരം തന്നതിൽ വളരെയധികം നന്ദിയുണ്ട്. എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ഇനിയും അറിയാനുണ്ട്. അപ്പോൾ അത് നമുക്കിനി ഇൻഷാ അല്ലാഹ് അടുത്തൊരു തവണ ഇരുന്ന് വീണ്ടും സംസാരിക്കണം. അപ്പോൾ ഇനി ജമാൽക്കൻ്റെ മനസ്സിലുള്ള പ്രൊജക്റ്റുകൾ പൂർത്തിയാക്കാൻ അള്ളാഹു ആരോഗ്യത്തോടുകൂടിയ ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ എന്ന് അതാണ് പ്രധാനം.